ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം മുതൽ എണ്ണമറ്റ ബഹുജന സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മഹാനഗരമാണ് കോഴിക്കോട്. ആ കോഴിക്കോട് നഗരത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെയും അതുപോലെ ഇവിടെ നഗരത്തിൻ്റെ പ്രബുദ്ധതയെയും പൗരബോധത്തെയും എല്ലാം അപഹസിക്കുന്ന, കൊഞ്ഞനം കുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം ഇന്നലെ സ്വീകരിച്ചിരിക്കുന്നത്. കൊലവിളിയാണ്. ആർക്കെല്ലാം എതിരായിട്ടാ കൊലവിളി? ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കൊലവിളി, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കൊലവിളി. ഇതെല്ലാം നടപ്പിലാക്കി കളയാമെന്നാണോ ധരിക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള സതീശൻ ഉൾപ്പെടെ കോഴിക്കോട് നഗരത്തിൽ നടത്തിയിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ തൻ്റെ ഇടമുള്ളവരാണോ ഇവർ? ഉള്ളവരാണെങ്കിൽ ഒന്ന് രംഗത്ത് വരട്ടെ, കാണട്ടെ. ഇവിടെ CPMൻ്റെ ലോക്കൽ സെക്രട്ടറിമാർ, ഏരിയ സെക്രട്ടറിമാർ കോഴിക്കോട് ജില്ലയിലെ, അവരെല്ലാം ചിലരുടെ പേര് പറഞ്ഞു. അതുപോലെ ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ ചില പാർട്ടി സെക്രട്ടറിമാരെ പേരെടുത്ത് പറഞ്ഞു, നേതാക്കന്മാരുടെ. ഇതൊക്കെയാണ് ചില നേതാക്കന്മാർ, ജില്ലയിൽ തന്നെ ഉള്ള ചില നേതാക്കന്മാരാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം CPMന് വേണ്ടി. ഞങ്ങൾ ഈ നില ഒരിക്കലും സ്വീകരിക്കില്ല. എന്നാൽ സതീശനും സുധാകരനും എല്ലാം ഇങ്ങനെ പലതും പറയും. അത് കേട്ട് കോൺഗ്രസിൻ്റെ മറ്റ് ആളുകൾ CPMൻ്റെയോ ജനങ്ങളുടെയോ നാടിൻ്റെയോ മേലെ കുതിര കയറാൻ മുന്നോട്ട് വരരുത്. അത് അപകടമുണ്ടാക്കും. അങ്ങനെ ഒരു നില വന്നാൽ ജനങ്ങളെ അണിനിരത്തി ചെറുക്കും, തോൽപ്പിക്കും. ഒരു സംശയവും ആർക്കും വേണ്ട. ഇതിനെല്ലാം തുടക്കമിട്ടത് ചേവായൂർ ബാങ്കിൽ ഇതിനെ തുടർന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് തന്നെയാണല്ലോ. എന്തിനാണിപ്പോൾ CPMൻ്റെ മേലെ കുതിര കയറുന്നത്? ചേവായൂർ ബാങ്കിൽ ഉണ്ടായത് എന്താണ്? കോൺഗ്രസിലെ പ്രബലമായൊരു വിഭാഗം, ബാങ്കിൻ്റെ ഭരണസമിതിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃനിര പ്രവർത്തകന്മാർ, വലിയൊരു വിഭാഗം കോൺഗ്രസ് നകലാനടിയായി. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ചുക്കാൻ പിടിക്കുന്നവർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായത്? അവർ തന്നെ പത്രക്കാരോടും നാട്ടുകാരോടും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ. പ്രശാന്ത് കുമാർ ഉൾപ്പെടെയുള്ളവർ എന്താ പറഞ്ഞത്? അവിടങ്ങളിൽ, ആ ചേവായൂർ ബാങ്കിലെ നിയമനങ്ങളിൽ, പുതുതായി നടക്കുന്ന നിയമനങ്ങൾക്ക് ആളെ നിശ്ചയിക്കുമ്പോൾ, നിയമനങ്ങളിൽ ആളെ നിശ്ചയിക്കുമ്പോൾ, ഒഴിവുകളിൽ ആളെ നിശ്ചയിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുക്കണം. അതിന് ഞങ്ങൾ വഴങ്ങിയില്ല. ഞങ്ങൾ യഥാർത്ഥ കോൺഗ്രസ്സുകാരാണ്, അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കി. ഇതല്ലേ അവർ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്? ഇതല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയം? അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ്? KPCC നേതൃത്വത്തിൻ്റെ, അവരെ ഇതിന് വഴങ്ങാത്തവരെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായും അവർ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു. CPMൻ്റെ മുമ്പിൽ ഈ വിഷയം ഉയർന്നു വന്നു. ആ ഘട്ടത്തിലാണ് KPCCയുടെ പ്രസിഡന്റ് സുധാകരൻ കോഴിക്കോട്ട് വന്നിട്ട് കൊലവിളി പ്രസംഗം നടത്തിയത്. ജീവൻ വേണോ തടി വേണോ? നിങ്ങളെല്ലാം അത് റിപ്പോർട്ട്, ചിലരെല്ലാം അത് തമസ്കരിച്ചു, ചിലർ പേരിനെങ്കിലും അത് കൊടുക്കാൻ നിർബന്ധിതമായി. ഇത് വേറെ ആരെങ്കിലുമാണ്, ഏതെങ്കിലും ഒരു CPMനോട് അകന്ന ബന്ധമുള്ളവരുടെ ഒരു അയൽവക്കത്ത് താമസിക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതെങ്കിൽ എന്തായിരുന്നു ചില മാധ്യമങ്ങളുടെ അവസ്ഥ? എത്ര ദിവസം അത് കൊണ്ടാടുമായിരുന്നു? മുഖ്യധാരാ മാധ്യമങ്ങൾ പലരും അത് തമസ്കരിച്ചില്ലേ? ജീവൻ വേണോ തടി വേണോ? ശൂലം ഏതു ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. എന്താ ഇത്, വെള്ളരിക്ക പട്ടണമാണോ? ആ സുധാകരൻ എവിടെ?
പിന്നെ കോഴിക്കോട്ട് കണ്ടോ? ഞാൻ ഇവിടെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് എല്ലാ അക്രമത്തിനും നേതൃത്വം കൊടുക്കാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ധ്വനി അതാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അന്നേ ദിവസം എന്നാണ്. ഞങ്ങളാരും CPM ആരും അക്രമത്തിനോ അല്ലെങ്കിൽ വഴിവിട്ട ഏതെങ്കിലും നടപടിക്കോ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ഇന്നിപ്പോൾ ഇവരുടെ വെപ്രാളം എന്താണ്? കോൺഗ്രസ് വ്യാപകമായി ജില്ലയിൽ നിന്നും ജില്ലക്ക് പുറത്തു നിന്നും കണ്ണൂരിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അവരിറക്കിയ കൊട്ടേഷൻ സംഘത്തെ നാട്ടുകാർ തിരിച്ചറിഞ്ഞ് അതിനെ തുറന്ന് തിരിച്ചു പോകേണ്ടി വന്നതല്ലേ? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കോൺഗ്രസ് കള്ളവോട്ട് ചെയ്യുന്നതിന് വ്യാപകമായ പരിശ്രമം നടന്നു. അത് നടന്നില്ല. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നില്ല. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നില്ല. അതിന് അവർക്ക് നേരെ കൊലവിളിയാണ്. നീതിയും ന്യായവും നടപ്പിലാക്കുക എന്നതാണ് പോലീസിൻ്റെ നടപടി. അതുപോലെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പിന് ഉറപ്പുവരുത്തുക എന്നതാണ് അവിടെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ജോലി. അല്ലാതെ സുധാകരൻ്റെയോ സതീശൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെയോ ആക്രോശത്തിനനുസരിച്ച് തുള്ളുന്ന പാവകളായി പ്രവർത്തിക്കുകയല്ല, കള്ളവോട്ടിന് കൂട്ടുനിൽക്കുകയല്ല. അങ്ങനെ നീതിയും ന്യായവും നടപ്പിലാക്കുന്നതിന് നിയമവിധേയമായ നിലയിൽ നിയമാനുസൃതമായ നിലയിൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ചുമതല നിറവേറ്റിയ ഉദ്യോഗസ്ഥന്മാരുടെ മൂക്ക് ചുത്തും എന്നാണിപ്പോൾ പ്രഖ്യാപിക്കുന്നത്. കൊലവിളി. ആ കൊലവിളിയൊന്നും കോഴിക്കോട്ട് നടക്കില്ല. ന്യായമായി നീതിപൂർവമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെയും തൊടാൻ സമ്മതിക്കില്ല. ജനങ്ങളെ അണിനിരത്തി ഇതിനെ ചെറുക്കും. ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട എല്ലാവരെയും സംരക്ഷിക്കും. എല്ലാവരെയും